വെരി ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നലെ വളരെ സന്തോഷകരമായ മനസ്സിന് ഭയങ്കര തണുപ്പ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ന്യൂസ് നമ്മൾ എല്ലാവരും അറിഞ്ഞു അല്ലെ. എസ് ഷിംജിതെ അറസ്റ്റ് ചെയ്തു. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ദുബായി പോയി മുങ്ങി എന്നൊക്കെ പറയുന്നത് വളരെയധികം ഫേക്ക് ആണ്. അങ്ങനെയൊന്നും മുങ്ങാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പാൻ ഇന്ത്യൻ ലെവലിൽ ലോക്ക് ആക്കിയിരിക്കുന്ന ഈ ഒരു കേസിൽ ഒരിക്കലും ഒരു ദുബായി കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഞാൻ പറഞ്ഞ പോലെ പാതാളത്തിൽ കൂടെ തുറന്നു പോയാലേ മാത്രമേ ഉള്ളൂ. സോ ഫൈനലി നമുക്ക് വളരെ സന്തോഷകരമായ ഒരു ന്യൂസ് ആണ് ലഭിച്ചത്. ഷിംജിതെ ബന്ധു വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ആള് ഫോണൊക്കെ ബ്ലോക്ക് ആക്കി അക്കൗണ്ടൊക്കെ കളഞ്ഞ് ഓഫീസ് അങ്ങനെയൊന്നും ഓടി വിളിച്ച എന്തത് വെള്ളരിക്കപ്പെട്ടണോ. അപ്പൊ ആള് ചെറുതായിട്ടൊന്ന് വൈറലാവാൻ നോക്കിയതാണ്. ഇപ്പൊ വൈറലാവാന്ന് മാത്രല്ല, കേരള പോലീസിന്റെ ഒരു 14 days റിമാൻഡ്, 10 years വരെ അകത്ത് കിടക്കാൻ വകുപ്പുള്ള ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോ 14 ദിവസം ഇനി ജയിലിന്റെ ഉള്ളിൽ. ഞാൻ ഈ സംഭവം തുടക്കം പൊട്ടിയപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ചെറിയ പണിയൊന്നല്ല മോള് ചെയ്തു വെച്ചേക്കുന്നത്. ജയിലിൽ ഇരുന്നിട്ടും കുറച്ച് വൈറൽ വീഡിയോസ് അവിടെയുള്ള ലൈക്ക് ആൾക്കാരുടെ കൂടെ ചെയ്യാനുള്ള യോഗം ഉണ്ടാവും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അതുപോലെ തന്നെ സംഭവിച്ചു. വളരെയധികം സന്തോഷമുണ്ട്. ആൻഡ് അവരുടെ ദീപകിന്റെ ഫാമിലിയുടെ ഒരു വീഡിയോ, അത് ഭയങ്കര ടച്ചിങ് ആണ്. അതിനകത്ത് അവർ പറയുന്ന ഒരു വാക്കുണ്ട്, ലൈക്ക് അച്ഛനും അമ്മയൊക്കെ ഭയങ്കര ടോട്ടലി ഡൗൺ ആണ്. ഓഫ് കോഴ്സ് അത് അങ്ങനെ തന്നെ ആവുമല്ലോ, അമ്മയുടെ കരച്ചിലുമൊക്കെ. അതിൻ്റെ ഇടയിൽ ഒരാള് പറയുന്നുണ്ട്, ഒരു സ്ത്രീ പറയുന്നുണ്ട്, അവളെ ഒന്ന് മുന്നിൽ കൊണ്ടുതരാൻ പറ്റുമോ, മീഡിയ ടീംസിനോട് എൻ്റെ മുന്നിൽ ഒന്ന് കൊണ്ടുതരാൻ പറ്റുമോ, കാരണം അവളും വേദന അനുഭവിക്കണം, കുറച്ച് കാര്യങ്ങൾ അവളോട് ചോദിക്കാനുണ്ട് എന്നുള്ളത്. ഒന്ന് കൊണ്ടുതരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം അവർക്ക് നഷ്ടപ്പെട്ടത് ഒരു നെടുന്തൂണാണ്. അപ്പോൾ ഇതിനകത്ത് വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല ആൾക്കാരും പ്രശ്നം ഉണ്ടാക്കുന്നത്, ആൾക്കൊരു കൂസലും ഇല്ല, ഷിംജിതയ്ക്ക് ഒരു കൂസലും ഇല്ല. നമ്മൾ ട്രിപ്പിനൊക്കെ പോണ മാതിരി ഒരു കാറിൽ നിന്ന് മറ്റൊരു കാറിലേക്ക് പോകുന്നു. പോലീസിനേക്കാളും ഭയങ്കര എന്താ പറയാ, സ്ട്രോങ് ആൻഡ് ഹെൽത്തി ആൻഡ് ഭയങ്കര ഹാപ്പി ആയിട്ട് എന്തോ ഞാൻ ഭയങ്കര സംഭവം ചെയ്ത പോലെയാണ് നടക്കുന്നത്. പരദയൊക്കെ ഇട്ടിട്ടുണ്ട്, ഒരു കാര്യമില്ല. അപ്പോ മുഖമൊന്നും ഒന്നും, എല്ലാവരും ഫേസ് ചെയ്ത് എല്ലാവരും ഇതേപോലെ തന്നെയാണ് ആര് പോയത്, നമ്മുടെ ഗ്രീഷ്മയും പോയത്. അപ്പോ ഇവര് ചിലർ പറയുന്നുണ്ട് വിലങ്ങൊന്നും വെച്ചിട്ടില്ല ആൻഡ് കാറിലൊക്കെയാണ് കൊണ്ടുപോയത്. അതിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഗ്രീഷ്മയുടെ കേസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ തെളിവെടുപ്പിന് പോയത് ടൂറിന് പോണ മാതിരിയാണ് പോയത്, വർത്താനമൊക്കെ പറഞ്ഞ് ട്രിപ്പ് വൈസ് ആയിരുന്നു പോയത്. അപ്പൊ അതിനെപ്പറ്റി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കിട്ടിയ ഉടനെ ഇടിച്ചു പിടിച്ച് ചതച്ചു വലിച്ച് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. പോലീസ് ജീപ്പിൽ അതിന് അവരുടേതായ എന്തെങ്കിലും ന്യായങ്ങൾ ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഞാൻ മനസ്സിലാലോചിച്ചത്, പിടിച്ചല്ലോ, ആളെ പിടിച്ചല്ലോ, 14 ദിവസം അകത്തിടുന്ന രീതിയിൽ കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകുന്നുണ്ട്. അകത്ത് കിടക്കട്ടെ, അകത്ത് കിടന്നിട്ട് ചിന്തിക്കട്ടെ നന്നായിട്ട്. ഇവിടെ പുറത്തിരുന്ന് വീഡിയോസ് ചെയ്ത് മോട്ടിവേഷൻസ് ഒക്കെ കൊടുത്തും കുറെ ഫിലോസഫിയും സൈക്കോളജിയും ആണുങ്ങളുടെ സൈക്കോളജി ഒക്കെ സംസാരിച്ച പോലെ അല്ല ജയിലിന്റെ അകത്ത് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ. കാരണം അത് ഒരു ദിവസമാണെങ്കിലും എത്ര ദിവസമാണെങ്കിലും അത് ആ ഒരു സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതൊക്കെ നമുക്ക് സാധനം ഉൾട്ടടിക്കും. അതുകൊണ്ട് തന്നെ ഇതിപ്പോ നിങ്ങൾ ചോദിക്കുമ്പോൾ ഇതെന്ത് ഇത്ര എക്സ്പെർട്ട് ആയിട്ട്, അത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ജയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഉള്ളിൽ ലൈക്ക് ഒരു 14 days അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയൊക്കെ ടോട്ടലി മാറും. ഇതിന് മാറുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ഭയങ്കര സന്തോഷമായിട്ട് എന്തോ ഭയങ്കര സംഭവം ചെയ്ത മാതിരിയാണ് പോകുന്നത്. മീഡിയക്കാർ ചോദിക്കുന്നുണ്ട് ഷിംജിതയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോന്ന്. ഷിംജിത പറഞ്ഞതിന്റെയാണ് ഇപ്പൊ ഷിംജിത അനുഭവിക്കുന്നത്. വീഡിയോയുടെ മുന്നിലൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. സോ ഫൈനലി ഇനി എല്ലാ സ്ത്രീകൾക്കും എന്ന് ഞാൻ പറയുന്നില്ല, ഇതേപോലെ ഉടായ്പ് കാണിക്കുന്ന സ്ത്രീകൾ ഒന്ന് ഓർത്തു വച്ചോളൂ. ഇനി ഒരു ഷിംജിത ഉണ്ടാവാതിരിക്കട്ടെ. ഭയങ്കര സന്തോഷം, ആളെ കേരള പോലീസ് തൂക്കി.